അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. അപ്പൊ ഇതിൽ മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ അല്ലെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും എന്ന് വിചാരിക്കാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിൽ നമ്മൾ അത്തരം ഫംഗ്ഷൻസുകൾ അതിൽ വരുന്ന ഫംഗ്ഷൻസിലാണ് ABS, FABS, SQRT, POW. ABS ഫംഗ്ഷൻ ഉണ്ട്, FABS ഫംഗ്ഷൻ ഉണ്ട്, SQRT ഫംഗ്ഷൻ ഉണ്ട്, POW ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹെഡർ ഫയൽ ആയിട്ടുള്ള CMath എന്ന് പറയുന്ന ഹെഡർ ഫയല് നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് #include CMath എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ നമ്മൾ നോക്കാം ABS. ഇത്രേ ഉള്ളൂ. ഒരു സംഖ്യയുടെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ABS ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ABS ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ABS ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു സിന്റാക്സ് ഇന്റ് ABS ഇന്റ് ABS ഇന്റ് എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയുടെ എന്ന് പറയുമ്പോൾ ആ സംഖ്യ ഏതാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നൽകണം. എന്ന് പറയുമ്പോൾ ഒരു ആർഗ്യുമെന്റ് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യേണ്ടത്, പാസ് ചെയ്യണം. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ഒരു ഇന്റീജർ നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഇന്റീജർ ടൈപ്പ് ഡാറ്റയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ ഇന്റ് എന്ന് എഴുതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം. ഇന്റ് n ഈക്വൽ ടു -25. ഇപ്പൊ എന്നിൽ ഇപ്പൊ എന്തുള്ളത് -25 ആണ് ഉള്ളത്. സി ഔട്ട് ABS ഓഫ് n എന്ന് പറയുമ്പോൾ സി ഔട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഏത് ഫംഗ്ഷൻ, ABS എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തതോടൊപ്പം തന്നെ n എന്ന് പറയുന്ന ആർഗ്യുമെന്റ് എന്ത് ചെയ്തു, പാസ് ചെയ്തു. എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ആണ് അല്ലെ. ആ വേരിയബിൾ എന്തുണ്ട്, -25 ഉണ്ട്. അവിടെ തൊട്ട് മുൻപുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇന്റ് n ഈക്വൽ ടു -25. അപ്പോ ആക്ച്വലി -25 തന്നെയാണ് ഇതിലേക്ക് ലഭിക്കുന്നത്, ABS എന്നതിലേക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇറ്റ് വിൽ റിട്ടേൺ ABS ഫംഗ്ഷൻ റിട്ടേൺ ദ അബ്സല്യൂട്ട് വാല്യൂ ഈസ് 25 എന്ന് പറയുന്ന അബ്സല്യൂട്ട് വാല്യൂനെ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സി ഔട്ട് ആണ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് അതിന്റെ വർക്ക് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ലഭിക്കും, അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെയാണ് FABS. അവിടെ എന്താ വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിന്റെ അത്ര നമ്പേഴ്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് FABS. ഇത് ഇന്റീജർ ടൈപ്പ് വാല്യൂസ് നമ്പേഴ്സിന്റെ, മറ്റേത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഫ്രാക്ഷണൽ പാർട്ടോട് കൂടിയിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ, അത്ര നമ്പേഴ്സിന്റെ. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് SQRT. അപ്പൊ ഇതിലുണ്ട് സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് SQRT എന്ന് പറയുന്നത്. അപ്പൊ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രോഗ്രാം കോഡ് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ആ ഫംഗ്ഷനിലേക്ക് ഏത് സംഖ്യയുടെയാണോ സ്ക്വയർ റൂട്ട് കാണേണ്ടത് ആ സംഖ്യയെ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് പാസ് ചെയ്താൽ മതി. ഡബിൾ SQRT ഡബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ ഡബിൾ എന്ന് പറയുന്നത് ഈസ് അനദർ ഡാറ്റ ടൈപ്പ് അല്ലെ. ഡാറ്റ ടൈപ്പ് ഡബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണുള്ളത്, ഇന്റ്, ക്യാർ, വോയിഡ്, ഫ്ലോട്ട്, ഡബിൾ. അപ്പോ ഡബിൾ നമുക്കറിയാം, ഡബിൾ പൊസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ക്വയർ റൂട്ട് കാണാൻ പറയുമ്പോൾ പോയിന്റ് വാല്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പോയിന്റ് വാല്യൂസ് തന്നെ കുറെ പൊസിഷൻസ് ഉള്ളത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡബിൾ എടുത്തിരിക്കുന്നത് ഇവിടെ. ഫോർ എക്സാമ്പിൾ ഇന്റ് n ഈക്വൽ ടു 25, എന്നിൽ ഇപ്പൊ 25 ആണുള്ളത്. ഫ്ലോട്ട് b ഈക്വൽ ടു SQRT ഓഫ് n എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് b യിലേക്ക് ലഭിക്കുന്നു എന്ത്, SQRT ഓഫ് n. SQRT എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചപ്പോൾ അതിലേക്ക് എന്ത് പാസ് ചെയ്തു, എന്ന് പറയുന്ന ആർഗ്യുമെന്റ് പാസ് ചെയ്തു. എന്നിൽ ഇപ്പൊ എന്താ ഉള്ളത്, 25 ആണുള്ളത്. അപ്പൊ 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര, 5 ആണ് അല്ലെ. അപ്പൊ 5 എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുക, തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് ഇതിലേക്ക്, b യിലേക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫ്ലോട്ടായി കൊടുത്തത് മാത്രമേ ഉള്ളൂ. മറ്റേ 5 ഒക്കെ ആകുമ്പോൾ ഇന്റീജർ ആയാലും പ്രശ്നമില്ല. പക്ഷെ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ പോയിന്റ് വാല്യൂസ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലോട്ട് എടുക്കാൻ കാരണം. ഓക്കെ, സി ഔട്ട് B എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിയിൽ 5 കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ പ്രിന്റ് ചെയ്യാം, 5 എന്നാണ് പ്രിന്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് POW. POW എന്ന് പറഞ്ഞാൽ പവർ കാണാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് POW എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും ആലോചിച്ചാൽ മതി, XY എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് സംഖ്യകളെ ഈ POW എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ആർഗ്യുമെന്റ്സ് ആയി നൽകി കഴിഞ്ഞാൽ x⁻y എന്ന് പറയുന്ന അതിന്റെ x⁻y ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ റിസൾട്ട് ലഭിക്കുക അതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം. നമുക്ക് നോക്കി നോക്കാം. x ൽ 2 ഉണ്ട്, y ൽ 3 ഉണ്ട്. ഇവിടെ z എന്ന് പറഞ്ഞ വേറെ വേരിയബിൾ ഉണ്ട്. z ഈക്വൽ ടു POW ഓഫ് xy എന്ന് പറഞ്ഞാൽ
പി ഒ ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു, അതിലേക്ക് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്തു. അപ്പോ എക്സിൽ ഇപ്പൊ 2 ആണ്, വൈയിൽ 3 ആണ്. അപ്പൊ 2ഉം 3ഉം ആണ് പി ഒ ഡബ്ല്യു എന്ന് പറയുന്നതിലേക്ക് ഇപ്പൊ പാസ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ് വൈ എന്ന് പറയുന്ന ഇതാണ് എക്സ് റൈസ് ടു വൈ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ആണ് പാസ് ചെയ്തത്. 2 റൈസ് ടു 3 എന്നുള്ളതാണ് അതിനെ റിട്ടേൺ ചെയ്യുന്നത്. 2 റൈസ് ടു 3 ഇത് എത്ര ഉണ്ടാവും? 2യെ 3 പ്രാവശ്യം ഗുണിക്കും അല്ലെ? 2 into 2 into 2 എന്ന് പറഞ്ഞാൽ 2 into 2 4, 4 into 2 8. അപ്പൊ 8 എന്ന് പറയുന്നതായിരിക്കും എന്ത് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ ചെയ്യുന്ന ഏതിലേക്ക് ലഭിക്കും? സെഡിലേക്ക്. ഏതാ 8 എന്ന് പറയുന്ന വാല്യൂ സെഡിലേക്ക് ലഭിക്കുന്നു. സി ഔട്ട് സെഡ് എന്ന് പറയുമ്പോൾ 8 എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ചെയ്യുക. അപ്പൊ these are the examples of mathematical functions. First one is ABS, second one is FABS, third one is SQRT, and fourth one is POW. Okay. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഇവിടെ ക്യാരക്ടർ ഫംഗ്ഷൻസ് നമ്മൾ പലതരത്തിലുള്ള ക്യാരക്ടർ ഫംഗ്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതില് അത് ഉപയോഗിക്കുമ്പോൾ CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ ഹാഷ് ഇൻക്ലൂഡ് CC ടൈപ്പ് എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ ഈസ് അപ്പർ. ഈസ് അപ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ അപ്പർ കേസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഈസ് അപ്പർ എന്നുള്ളത് അപ്പർ കേസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ക്യാരക്ടറിന് എന്ത് ചെയ്യണം? ഇൻപുട്ട് ആർഗ്യുമെന്റ് ആയി നൽകണം അല്ലെ? പാസ് ചെയ്യണം. എന്നിട്ട് അത് ചെക്ക് ചെയ്യണം ഇത് അപ്പർ കേസ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ആ ചെക്കിങ്ങിന് വേണ്ടി മാത്രമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈസ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കാം, ഇന്റ് ഈസ് അപ്പർ, പിന്നെ ബ്രാക്കറ്റിൽ CHARC, ഇന്റ് ഈസ് അപ്പർ CHARC. ഇവിടെ എന്തുകൊണ്ട് ഇന്റ് കൊടുത്തു എന്ന് ഞാൻ പറയാം. ഓക്കെ, ഈസ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുന്നു, അതിലേക്ക് എന്ത് പാസ് ചെയ്യുന്നു? ഒരു CHARC. ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ എന്നുള്ളതാണ്. ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിലേക്ക് പാസ് ചെയ്യുന്നത്. നമ്മൾ C++ പഠിച്ച തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ നമ്മളെ എല്ലാം എന്താണ്? കുത്തും കോമയും അല്ലെങ്കിൽ ABCD 0 1 2 3 അതൊക്കെ എന്താണ്? ഒക്കെ ഓരോ ക്യാരക്ടേഴ്സ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ പാസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ക്യാരക്ടർ ആയിരിക്കണം. ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ 1 എന്നായിരിക്കും റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ 0 എന്നായിരിക്കും റിട്ടേൺ ചെയ്യാം. 1 എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്ത ആർഗ്യുമെന്റ് ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ 1 എന്നുള്ളത് റിട്ടേൺ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ 0. ഓക്കെ, അപ്പോ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ എന്ന് എടുക്കാൻ കാരണം. കാരണം ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഇതിൽ നിന്ന് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്തതിന് ശേഷം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഇന്റീജർ ടൈപ്പ് ഡാറ്റയാണ്. അതായത് 1 അല്ലെങ്കിൽ 0. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഇന്റീജർ ടൈപ്പ് ആണ് അല്ലെ? ഇന്റീജർ ഡാറ്റാസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കാൻ കാരണം. ഓക്കെ, അപ്പോ ഇവിടെ കണ്ടോ, ഇവിടെ CHAR ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് പറയാം. അപ്പൊ ഇന്റ് ഈസ് അപ്പർ ഓഫ് CHARC എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോ അതിലേക്ക് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ക്യാരക്ടറിനെ പാസ് ചെയ്യുന്നു. അപ്പൊ അത് ചെക്ക് ചെയ്തതിനു ശേഷം ഇത് നമ്മൾ നൽകിയത് ക്യാരക്ടർ അപ്പർ കേസ് ആണെങ്കിൽ, ആ നൽകിയ ക്യാരക്ടർ അപ്പർ കേസ് ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്നുള്ളത് റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ 0 എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ലോവർ. ജസ്റ്റ് ഓപ്പോസിറ്റ്, ലോവർ കേസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഇന്റ് ഈസ് ലോവർ ഓഫ് CHARC, ഈസ് ലോവർ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ഏതാണോ ചെക്ക് ചെയ്യേണ്ട ക്യാരക്ടർ വെച്ചാൽ ആ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? അതിലേക്ക് പാസ് ചെയ്യുന്നു. പാസ് ചെയ്തതിനു ശേഷം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇറ്റ് വിൽ റിട്ടേൺ 1 ഇഫ് ഇറ്റ് ഈസ് ലോവർ. നമ്മൾ നൽകിയത് ലോവർ കേസിലുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ, ലോവർ കേസിലുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രം അത് എന്ത് റിട്ടേൺ ചെയ്യുന്നു? 1 റിട്ടേൺ ചെയ്യുന്നു. അതല്ലെങ്കിൽ 0 എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുക എന്നർത്ഥം. പിന്നെ ഈസ് ആൽഫ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് വൺ. ഈസ് ആൽഫ. ഇവിടെ ആൽഫ മീൻസ് ആൽഫബറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ആൽഫബറ്റ് ആണ്, അപ്പർ കേസ് ഓർ ലോവർ കേസ്, അതൊന്നും ഒരു പ്രശ്നമല്ല, ആൽഫബറ്റ് ആയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ നൽകുന്നത് ഒരു ആൽഫബറ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ക്യാരക്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇന്റ് ഈസ് ആൽഫ ഓഫ് CHARC. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസ് ആൽഫ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ഒരു ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ക്യാരക്ടർ പാസ് ചെയ്യുന്നു. അപ്പോ ഇറ്റ് വിൽ റിട്ടേൺ 1 ഇഫ് ഇറ്റ് ഈസ് ആൽഫബറ്റ്. ആൽഫബറ്റ് ആണെങ്കിൽ 1 എന്ന് റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ 0 എന്നാണ് റിട്ടേൺ ചെയ്യുക. അപ്പൊ ഏതാണ് കൊടുത്തിരിക്കുന്നത്? പാസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 1 റിട്ടേൺ ചെയ്യും. നേരെ മറിച്ച് ഒരു അണ്ടർസ്കോർ ആണ് പാസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ
എന്താ റിട്ടേൺ ചെയ്യുക, 0 എന്നാണ് റിട്ടേൺ ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിജിറ്റ്. അപ്പൊ ഏലുള്ള ഇതൊരു ഡിജിറ്റ് ആണോ ഒരു നമ്പർ ആണോ അല്ലേ എന്നുള്ളത്, ഇവിടെ ആൽഫബറ്റ് ആണോ എന്നുള്ളതല്ലേ ചെക്ക് ചെയ്തത്. ഇവിടെ അതിന് പകരമായിട്ട് എന്താണ് ഈസ് ഡിജിറ്റ്, ഇതൊരു ഡിജിറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്റ് ഈസ് ഡിജിറ്റ് CHRC, ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് ചെക്ക് ചെയ്യുവാനുള്ള ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്, ക്യാരക്ടർ സെറ്റ് എന്ന് ആലോചിക്കുക. ക്യാരക്ടർ സെറ്റില് നമ്പേഴ്സും പെടും, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സിമ്പിൾസുകൾ പെടും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പെടും, പിന്നെ എന്താ പറയാ ആൽഫബറ്റ്സ് പെടും. ഇതെല്ലാം കൂടി ചേർന്നാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാം ക്യാരക്ടേഴ്സ് തന്നെയാണ്. അപ്പോ ഈ ഈസ് ഡിജിറ്റ് എന്ന് പറയുന്നതിലേക്ക് നമ്മളൊരു ക്യാരക്ടറിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പർ ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അതല്ലെങ്കിൽ 0 എന്നാണ് റിട്ടേൺ ചെയ്യുക. പിന്നെ ടു ലോവർ സോറി ഈസ് ഡിജിറ്റ് കഴിഞ്ഞു. പിന്നെ ശേഷം ഈസ് ആൽനം. ഈസ് ആൽനം എന്ന് പറയുമ്പോ ഈ എ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആൽഫബറ്റ് ആലോചിക്കുക, നം എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്പർ ആലോചിക്കുക. ഇവിടെ രണ്ടും സെപ്പറേറ്റ് പറഞ്ഞെങ്കിൽ ഇത് ഒരുമിച്ചാ പറയണത്. ഈസ് ആൽനം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇന്റ് ഈസ് ആൽനം CHRC, ഈസ് ആൽനം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് ഈ നൽകുന്ന ക്യാരക്ടർ ആൽഫബറ്റോ നമ്പറോ ആണോ എന്നുള്ള ചെക്ക് ചെയ്യാണ്. ആൽഫബറ്റോ നമ്പറോ ഇതിൽ ഏതായാലും കുഴപ്പമില്ല, ആൽഫബറ്റോ നമ്പറോ. അപ്പൊ ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പറോ ആണെങ്കിൽ ഇത് ഏതായാലും കുഴപ്പമില്ല, ഇതിൽ ഏതാണെങ്കിലും 1 എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുക, അതല്ലെങ്കിൽ 0 മാത്രമേ 0 എന്നുള്ളത് റിട്ടേൺ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പറോ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഈസ് ആൽനം എന്ന് പറയുന്ന ക്യാരക്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടു അപ്പർ. ആ പേരിലുണ്ട് മറ്റേ ഈസ് എന്നുള്ള വെച്ചിട്ടാണ് തുടങ്ങിയത് അല്ലെ, ഇതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതെന്താണ് ടു എന്നുള്ളതാണ്, ഇന്നതിലേക്ക് ടു അപ്പറിലേക്ക് അപ്പർ കേസ് ലെറ്ററിലേക്ക്. അപ്പോ നമ്മൾ നൽകുന്ന ഒരു ക്യാരക്ടറിനെ എന്തിലേക്കാണ് ചെയ്യേണ്ടത്, ടു അപ്പറിലേക്കാണ്, അപ്പർ കേസ് ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ലോവർ കേസ് ലെറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് അപ്പർ കേസ് ലെറ്റർ ആയിട്ട് ലഭിക്കും, അപ്പർ കേസ് ലെറ്ററിനെ കൊടുത്തു വെച്ചാൽ അത് അതേപോലെ ലഭിക്കും. CHR ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഇന്റ് ഇതൊക്കെ ഫസ്റ്റ് ഇന്റ് വെച്ചിട്ട് തുടങ്ങി. ഇവിടെ കണ്ടോ CHR വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്താ കാരണം CHR ടു അപ്പർ CHRC എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്തു, കോൾ ചെയ്തു. ഓക്കെ, കോൾ ചെയ്തതോടൊപ്പം തന്നെ CHRC എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് നൽകുന്നു. അതിൽ നൽകിയതിനു ശേഷം ടു അപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അപ്പർ കേസ് ലെറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പൊ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ നൽകിയ ക്യാരക്ടർ എന്താണോ, അതായത് ഇംഗ്ലീഷ് ലെറ്റർ ഏതെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ സ്മാൾ ലെറ്റർ എ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പൊ ആ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാരക്ടർ അല്ലേ, ഒരു റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, അവിടെ നമ്പർ അല്ല റിട്ടേൺ ചെയ്യുന്നത്, എന്താ റിട്ടേൺ ചെയ്യുന്നത്, ക്യാരക്ടറാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ CHR എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണോ ഇതിനൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഡാറ്റ ടൈപ്പ് ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിൽ നിന്നും തിരിച്ചു ലഭിക്കുന്ന വാല്യൂ, ആ വാല്യൂ ഏത് ഡാറ്റ ടൈപ്പിൽ പെട്ടതാണ് അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഫസ്റ്റ് നമ്മൾ നൽകുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ടു ലോവർ കേസ് ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ CHR ടു ലോവർ ഓഫ് CHRC എന്നാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ക്യാരക്ടർ പാസ് ചെയ്യുന്നു, ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആണ്. കാരണം എന്താണ്, നമ്മൾ നൽകുന്നത് ലോവർ കേസ് ആണെന്നുണ്ടെങ്കിൽ ലോവർ കേസ് ആയിരുന്നു ലഭിക്കുന്നു, അപ്പർ കേസ് ആണെങ്കിൽ അതിന്റെ ലോവർ കേസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മാൾ ലെറ്റർ എന്ന് ലഭിക്കുന്നു, ക്യാപിറ്റൽ ലെറ്റർ C കൊടുക്കുകയാണെങ്കിൽ സ്മാൾ ലെറ്റർ C എന്നാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ these are the examples of character functions. First one is upper, second one is lower, third one is alpha, and fourth one is digit, fifth one is alnum, sixth one is to upper, seventh one is to lower. എല്ലാത്തിനെയും പേര് മാത്രം പഠിച്ചാൽ തന്നെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. ആ പേരുകളിൽ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളത്, അതിപ്പോ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും സ്ട്രിംഗ് ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിലും ക്യാരക്ടർ ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ആ പേരുകൾ മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒക്കെ പേരിലുണ്ട്. ഈസ് ഒരു ചെക്കിംഗ് ആണ്, ഈസ് അപ്പർ ഒരു ചെക്കിംഗ്, ഇത് അപ്പർ കേസ് ആണോ, ഈസ് ലോവർ ഇതൊരു ലോവർ കേസ് ലെറ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഈസ് ആൽഫ ഇതൊരു ആൽഫബറ്റ് ആണോ ചെക്ക് ചെയ്യണം, ഈസ് ആൽനം ഇത് ആൽഫബറ്റോ നമ്പറോ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി,
ടു അപ്പർ, അപ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ടു ലോവർ, ലോവർ കേസ് ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റില് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും.